ഹലോ, എൻ്റെ പേര് ടോജോ എന്നാണ്. ഞാൻ 2022 ആദ്യം വരുന്നത്. ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനും എൻ്റെ ഫ്രണ്ടൂടെ വന്നു. നമ്മളെ ഹെഡെല്ലാം ഷേവ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ സർജറി ഡോക്ടർ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം എന്താ ചോദിച്ചപ്പോൾ ഫംഗസ് ഉണ്ടായിരുന്നു. ഡോക്ടർ ഉദ്ദേശിക്കുന്ന നല്ല റിസൾട്ടാണ്, അല്ലാണ്ട് ജസ്റ്റ് സർജറി ചെയ്യാന്നുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈം വന്നപ്പോൾ വീണ്ടും സ്കാൾപ്പിലൊരു ബ്ലാക്ക് കളർ ഡിക്ലറൈസേഷൻ വന്നു. അപ്പോൾ അന്നും ഡോക്ടർ പറഞ്ഞു ബെറ്റർ നോട്ട് ടു ഡു നൗ, ഡു ഇറ്റ് ലേറ്റർ. പിന്നെ ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അന്ന് പിമ്പിൾസ് പൊന്തി. അപ്പോൾ അന്നും ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഡോക്ടർ റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഗ്രീഡി ഫോർ മണി ആയിരുന്നെങ്കിൽ ഡോക്ടർ എന്തായാലും അന്ന് ചെയ്ത് അത് ക്ലോസ് ചെയ്യായിരുന്നു. കാരണം സർജറിക്കൽ റൂമിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞിട്ടാണ് പറയുന്നത് പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ 6 മന്ത്സ് കഴിഞ്ഞ് വന്നു, സർജറി ചെയ്തു. ഞാനിപ്പോൾ 4ാമത്തെ PRPക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് PRPക്ക് ഒരു വർഷം എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ആക്ച്വലി 11 മന്ത്സായി. എൻ്റെ ഏജ് 48 ആണ്. എൻ്റെ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഐ ആം ഹാപ്പി. എൻ്റെ കംപ്ലീറ്റ്ലി ഫേസ് ചേഞ്ചായി. എൻ്റെ പഴയ ഫോട്ടോ കാണുകയാണെങ്കിൽ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ചേഞ്ചായി. ഓൾസോ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലും ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ ആം ഹാപ്പി വിത്ത് ദ സർവീസസ് ഹിയർ. ഈ ക്രൗൺ ഏരിയ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ റെഫറൻസിൽ ഞാനൊരു 3 ഫ്രണ്ട്സിനെ ഇവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾ വേറെ സ്ഥലത്ത് ചെയ്തിട്ട് ഇവിടെ വന്നതായിരുന്നു. അയാളും റിസൾട്ടിൽ ഓൾമോസ്റ്റ് ഹാപ്പിയാണ്. 2ാമത്തെ ആളും ഹാപ്പിയാണ്. സർജറി ആൾക്കാർ പറയുന്ന പോലെ ഈ വേദനയോ കാര്യങ്ങളോ അങ്ങനെ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു വേദന അത്രയേ ഉള്ളൂ. കാരണം എല്ലാവരും ബൈസ്റ്റാൻഡേഴ്സും ചിലർ 1-2 ബൈസ്റ്റാൻഡേഴ്സൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഐ വാസ് വെരി കൂൾ. കാരണം നമ്മൾ ഒത്തിരി വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമുക്കൊരു നോർമൽ പ്രൊസീജിയർ മതി. ഇതൊരു സർജറി എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഒരു കോസ്മെറ്റിക് ഒരു ട്രീറ്റ്മെൻറ്റ്. നമ്മളൊരു എന്താ പറയുക, ഒരു പല്ലെടുക്കുന്നത് പോകുന്ന അത് ചെറിയൊരു ഇതായിരുന്നു. പക്ഷേ അനസ്തീഷ്യ എന്താ പറയുക, ലോക്കൽ അനസ്തീഷ്യ തരുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവും. അതൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നു, നമ്മൾ റിലാക്സ്ഡ് ആയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ റിസൾട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഓക്കെ അതൊരു പെയിൻ, ഒരു എക്സ്ട്രീം പെയിൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ വൺസ് ലോക്കൽ അനസ്തീഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരി കൂളായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ സർജറി ഇറ്റ് ടുക്ക് അറൗണ്ട്, ഞാൻ ഇതാണ് ചെയ്തത്, റിയൽ ടൈമാണ് ചെയ്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം റിയൽ ടൈം ചെയ്തവരുടെ ഞാനൊരു എൻക്വയറി നടത്തിയപ്പം ഗ്രാഫ്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗ്രാഫ്സിൻ്റെ ലൈഫ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടെ റിയൽ ടൈമിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, കുറച്ച് എക്സ്പെൻസീവാണ്. റിയൽ ടൈമും നോർമലും തമ്മിൽ ഒരു 10 rupees ഡിഫറൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന്. അപ്പോൾ ഞാൻ റിയൽ ടൈമാണ് ഓപ്റ്റ് ചെയ്തത്. കാരണം നമ്മൾ ഒരിക്കലും ചെയ്യുന്നുള്ളൂ, എപ്പോഴും എടുത്ത് ഗ്രാഫ്റ്റ് എടുത്ത് പിന്നെയും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ റിയൽ ടൈമാണ് ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഗ്രാഫ്റ്റ്സ് ഒന്നും അങ്ങനെ ലോസ് ആയിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ നോർമലി ചെയ്തവരെ ഞാൻ നോക്കിയപ്പോൾ അത്ര ഒരു ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിസൾട്ടിൻ്റെ ഒരു ചെറിയൊരു ഇത് എനിക്ക് തോന്നി. ഞാൻ റിയൽ ടൈമാണ് ചെയ്തത്. 3,500 ഗ്രാഫ്റ്റ്സാണ് ചെയ്തത് ഫ്രണ്ടിൽ. സർജറി ഒരു 5 മണിക്കൂർ എടുത്തു. പിന്നെ നമ്മളൊരു 10 days എക്സ്ട്രീംലി എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കെയർ എടുക്കണം. 10 days അത് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ലോണിലൊരു ഗ്രാസ് എടുത്ത് പ്ലക്ക് ചെയ്ത് റീപ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഗ്രാസ് പിടിക്കുന്നവരെ നമ്മൾ ശരിക്കും വെള്ളം കൊടുത്താൽ എപ്പോഴും ഒരു മോയ്സ്ചർ അവിടെ വെക്കുന്ന മാതിരി ഞാൻ ഫോണിൽ അലാറം വെച്ചിട്ടാണ് ഹാഫ് ആൻ അവറിൽ അലാറം വെച്ചിട്ടാണ് ഈ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്, മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്ത് 10 days ഇറങ്ങിയിട്ടേ ഇല്ല, ഒരു വെയിലൊന്നും കൊണ്ടിട്ടില്ല. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരിയുടെ ഗ്രാഫ്റ്റ്സ് ഡെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോഫയിൽ നമ്മളെങ്ങനെ ഒരു കോഫിനിൽ കിടക്കുന്ന ഒരു ഷോപ്പെട്ടിയിൽ എങ്ങനെ കിടക്കുന്നു അതേമാതിരി നെക്ക് പില്ലോ വെച്ചിട്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് സോഫയിലാണ് കിടന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിയാനൊന്നും പറ്റത്തില്ല. തല മേലേക്ക് സോഫയുടെ ആംറസ്റ്റ് തല വെച്ച് കിടന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. കഴുത്തും അവിടെ കറക്റ്റ് ടൈറ്റാണ്. അപ്പം ഗ്രാഫ്സ് ഒന്നും അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒന്നും തൊടേ ഡാമേജ് ആവൊന്നും ആയിട്ടില്ല. 10 days കെയർ എടുത്തു. 10 days ശേഷം ഓക്കെ ബാക്ക് ടു നോർമൽ ലൈഫ്. പിന്നെ ആദ്യത്തെ ഒരു 2 ആഴ്ച നമ്മളെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു 2 weeks തോന്നും അത് ഒരു സർജറി ചെയ്തിട്ടുണ്ട് എന്നൊരു ആൾക്കാർ ചോദിക്കും. ഈവൻ സ്ട്രേഞ്ചേഴ്സ് പോലും ചോദിച്ചിട്ടുണ്ട് നമ്മൾ സർജറി ചെയ്തിട്ടില്ലേ. കാരണം ആ ഗ്രാഫ്സ് ചെറിയൊരു ഷ്രബ് മല നിൽക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 2 months കഴിയുമ്പോഴേക്കും നമ്മൾ ഫേസ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ 6 months കഴിഞ്ഞ ശേഷം എന്നെ കണ്ട ഫ്രണ്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി ദർ ഇസ് സംതിങ് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സംശയങ്ങൾ ചോദിച്ചതിനെല്ലാം കാര്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഫോണിൽ വിളിച്ചിട്ടാണ് 1 പ്രാവശ്യമൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോയിൻമെൻറ്റ് എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, നോർമൽ. കാരണം ഇതിപ്പോൾ ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നല്ല ഗ്രോത്തും ബാക്കിൽ കുറച്ച് ലോസും കാണുന്നത്. അപ്പം ആൾക്കാർ ചോദിക്കുന്നത് ബാക്കിൽ കൂടെ ചെയ്യാനാണ് ആൾക്കാർ പറയുന്നത്. കാണുന്നവരൊക്കെ മീൻസ് നമ്മൾ ഓരോരുത്തരത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആൾക്കാർ ബാക്ക് കൂടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും PRP വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ സെക്കൻഡ് സർജറി ശേഷം റിസൾട്ട് ആദ്യത്തെ 2 മാസം നമുക്ക് റിസൾട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 4 to 5 months ആവുമ്പോഴേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഷോ യു മൈ കംപ്ലീറ്റ് റിസൾട്ട് ആഫ്റ്റർ മേ ബി 6 months time. താങ്ക് യു.